To view this video in English, please click the link given above. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ റിഫ്ലക്ഷൻ്റെ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റിഫ്ലക്ഷൻ എന്താണെന്നും അതിൻ്റെ വിവിധ പൊസിഷനിൽ ഓബ്ജക്റ്റ് വന്നാൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്നും റേ ഡയഗ്രംസും കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനും മിറർ ഫോമുലയും അതുപയോഗിച്ചുള്ള ന്യൂമറിക്കൽസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഈ ലെസൻ്റെ രണ്ടാമത്തെ പാർട്ടായ റിഫ്രാക്ഷനിലേക്കാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത്, ഒരു പ്രതലത്തിൽ തട്ടുന്ന പ്രകാശം ചിതറിപ്പോകുന്ന അല്ലെങ്കിൽ അത് ബൗൺസ് ബാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലൂടെയാണ്. അതായത് പ്രകാശത്തിന് കടന്നു പോകാൻ സാധ്യമായ മീഡിയത്തിനെയാണ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് മീഡിയം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ടെന്ന് കരുതുക. നേരെ വരുന്ന പ്രകാശരേഖ ഈ ഗ്ലാസ്സിനകത്തൂടി കടന്നു പോകുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കുറച്ചൊന്ന് വ്യത്യാസപ്പെടും. അതായത് ഈ രേഖ ഒന്ന് ബെൻഡാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റിഫ്രാക്ഷനിൽ സംഭവിക്കുന്ന അത് ഇവിടെ നിന്ന് വരുന്ന ഈ പ്രകാശരേഖയുടെ സ്പീഡ് അല്പമൊന്ന് വ്യത്യാസം വരുന്നു. സോ വെലോസിറ്റി ഓഫ് ലൈറ്റ് വിൽ ചേഞ്ച്. അപ്പോൾ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് അത് മറ്റേ മീഡിയത്തിലേക്ക് കയറുമ്പോൾ കുറച്ചൊന്ന് അതിൻ്റെ പാത വ്യതിചലിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ ഈസ് ദ ഫെനോമിനൻ ഓഫ് ബെൻഡിങ് ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ് ആസ് ഇറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. അപ്പോൾ അതാണ് റിഫ്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതിന് പല എക്സാമ്പിൾസും നമുക്ക് കാണാൻ കഴിയും. അതായത് നിങ്ങളൊരു ഗ്ലാസ്സിൽ ഒരു മുട്ട എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ച് പൊങ്ങിക്കിടക്കുന്നതായിട്ട് തോന്നും, കുറച്ച് വലുതായിട്ട് കാണും. അത് അതിൻ്റെ റിഫ്രാക്ഷൻ, ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ മൂലമുണ്ടാകുന്ന അപ്പാരൻറ്റ് പൊസിഷനിലുള്ള ഡിഫറൻസാണ്. അതുപോലെ തന്നെയാണ് ഒരു പെൻസിൽ നിങ്ങൾ വെള്ളത്തിലൊരു ബീക്കറിലിട്ട് വെച്ചാൽ അത് ഒടിഞ്ഞതുപോലെ അല്ലെങ്കിൽ അത് ആ വെള്ളത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഭാഗത്ത് കുറച്ച് വ്യതിചലിച്ചതായിട്ട് കാണും. അതും സെയിം റിഫ്രാക്ഷൻ കൊണ്ടാണ്. മറ്റൊന്ന് സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂൾ വളരെ ഷാലോ ആയിട്ട് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് ഡീപ്പാണ്. അവിടെയും അപ്പാരൻറ്റ് പൊസിഷനിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിഫ്രാക്ഷൻ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. റിഫ്രാക്ഷന് കാരണമാകുന്നത് മീഡിയത്തിൻ്റെ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. പക്ഷേ ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. അത് മാസ് ഡെൻസിറ്റിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മാസ് ഡെൻസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അത് വ്യത്യാസമാണ്. ഇത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ മീൻസ് വാട്ട്? ഒപ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ലൈറ്റാണ് അല്ലേ. അപ്പോൾ ലൈറ്റിൻ്റെ ഡെൻസിറ്റി, ലൈറ്റിന് എത്ര കടന്നു പോകാൻ കഴിയും എന്നതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ രണ്ട് തരത്തിലുള്ള മീഡിയം നമുക്കുണ്ട്. ഒന്ന് റെയറർ മീഡിയം, മറ്റൊന്ന് ഡെൻസർ മീഡിയം. അപ്പോൾ റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വളരെ ഫാസ്റ്റായിട്ട് അതിൽ കൂടി കടന്നു പോകാൻ കഴിയും. അതേസമയം ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാലോ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ലൈറ്റ് വളരെ സ്ലോ ആയിട്ട് മാത്രം അതിൽ കൂടി പോകും. അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് ഒരു ഡെൻസർ മീഡിയത്തിൽ കുറയും, അതേസമയം ലൈറ്റിൻ്റെ സ്പീഡ് ഒരു ലൈറ്റർ മീഡിയത്തിൽ കൂടും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ എയർ അല്ലെങ്കിൽ വാക്യൂം ഇത് രണ്ടും ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഏറ്റവും വേഗതയിൽ, അതായത് 10⁻³ × 10⁻⁸ മീറ്റർ/സെക്കൻഡ് എന്നതാണ് ലൈറ്റിൻ്റെ വേഗത. ഇതാണ് മാക്സിമം വേഗത. ഇത് എവിടെയാണ് അനുഭവപ്പെടുന്നത്? റെയറർ മീഡിയം അല്ലെങ്കിൽ ഏറ്റവും റെയർ ആയിട്ടുള്ള എയർ അല്ലെങ്കിൽ വാക്യൂത്തിലാണ്. അതേസമയം നമ്മളിപ്പോൾ വെള്ളത്തിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് കയറുമ്പോഴോ ഈ പ്രകാശത്തിൻ്റെ വേഗത കുറയുന്നു, കാരണം അതിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. അങ്ങനെ നോക്കിയാൽ ഏറ്റവും ഡെൻസർ ആയിട്ടുള്ള മീഡിയം എന്ന് പറയുന്നത് ഡയമണ്ടാണ്. ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത്. ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ എന്താണ് നടക്കുന്നത്? നമുക്കിവിടെ ഒരു പ്ലെയിൻ കാണാം. ഇതാണ് പ്ലെയിൻ അല്ലെങ്കിൽ സർഫസ്. ഇതൊരു ഫസ്റ്റ് മീഡിയം, ഇതൊരു സെക്കൻഡ് മീഡിയം. ഓക്കെ, ഈ പ്ലെയിനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ഈ 90° പെർപെൻഡിക്കുലറിനെ പറയുന്ന പേരാണ് നോർമൽ. ഓക്കെ, ഇനി ഈ വരുന്ന രേഖ, ഈ വന്ന് പതിക്കുന്ന പ്രകാശരേഖയെ നമ്മൾ എന്ത് പറയും? ഇൻസിഡൻ്റ് റേ. ആ വന്ന് പതിക്കുന്ന പ്രകാശരേഖ ഈ ഗ്ലാസ് അല്ലെങ്കിൽ മീഡിയം 2ലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ നേർരേഖയിൽ പോകാതെ അത് കുറച്ച് ബെൻഡ് ആവുന്നുണ്ടല്ലേ. അങ്ങനെ വരുന്ന ആ രേഖയെ പറയുന്ന പേരാണ് റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ ആദ്യം മീഡിയം 1ലേക്ക് വരുന്നത് ഇൻസിഡൻ്റ് റേ, അത് നോർമലിലേക്ക് വന്ന് ഒരു ആംഗിളിൽ പതിക്കുന്നു. അവിടെ നിന്ന് അത് റിഫ്രാക്റ്റഡ് ആയിട്ട് പോകുമ്പോൾ അതിനെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നു. ഇനി എവിടെയാണോ ഈ പ്രകാശരേഖ വന്ന് പതിക്കുന്നത് അതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് പ്ലെയിനിൽ പതിക്കുന്ന പോയിന്റ്.
ഇനി ഈ നോർമലും ഈ ഇൻസിഡൻറ്റ് റേയും തമ്മിൽ ഒരു ആംഗിളുണ്ട്. ആ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഐ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലും ഒരു ആംഗിളുണ്ട്. അതിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷനിൽ നമ്മൾ പഠിച്ചു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇവിടെ അത് സെയിം അല്ല, നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മനസ്സിലായി, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നോർമൽ മനസ്സിലായി അല്ലേ. അപ്പോൾ ഇനി നോർമലിൽ കൂടിയാണ് ഒരു രേഖ പതിക്കുന്നതെങ്കിലോ ഈ ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ല അല്ലേ. ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുമോ? ഇല്ല, റിഫ്രാക്ഷനും എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമുക്കറിയാം. അതിലെ ഫസ്റ്റ് പോയിന്റ് ഇവിടെയും സെയിം ആണ്. ഇൻസിഡൻറ്റ് റേ, നോർമൽ, റിഫ്രാക്റ്റഡ് റേ എല്ലാം ഒരേ പ്ലെയിനിലാണ്. ഓക്കെ, അത് സെയിം ആണ്. പക്ഷേ രണ്ടാമത്തേത് എന്തായിരുന്നു? അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇവിടെ നമുക്കത് പറയാൻ സാധ്യമല്ല, പക്ഷേ ഇവിടെയും അവ തമ്മിലുള്ളൊരു റിലേഷനുണ്ട്. അതായത് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഐ, നിങ്ങൾ ട്രിഗണോമെട്രിയിൽ സൈൻ പഠിക്കുക അല്ലേ, സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ അങ്ങനെ. അപ്പോൾ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് ഒരു മീഡിയത്തിൽ ഇങ്ങനെ പതിക്കുന്ന ഒരു ഇതാണ് നോർമൽ എന്ന് കരുതിയാൽ ഇവിടെ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്. അതനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും മാറും. ഇതിനെ കുറച്ചുകൂടി ഞാൻ ചരിച്ചു കഴിഞ്ഞാലോ അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും കുറച്ചുകൂടി മാറും. സോ ഐ മാറുന്നതനുസരിച്ച് ആറ് മാറിക്കൊണ്ടിരിക്കും. അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ഒരു മീഡിയത്തിൽ, ഒരു പെയർ ഓഫ് മീഡിയം, അതായത് ഇപ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്കാണെങ്കിൽ അത് മാത്രം, അല്ലെങ്കിൽ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണെങ്കിൽ അങ്ങനെ. അപ്പോൾ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് ratio between sin of angle of incidence to sin of angle of refraction is a constant. ഈ ഒരു നിയമത്തിൻ്റെ മറ്റൊരു പേരാണ് സ്നെൽസ് ലോ. അപ്പോൾ സ്നെൽസ് ലോ എന്താണ്? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് കോൾഡ് സ്നെൽസ് ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ലോസ് ഓഫ് റിഫ്രാക്ഷനിലെ രണ്ടാമത്തെ പോയിന്റ് മാത്രമേ ഉള്ളൂ സ്നെൽസ് ലോ. ചില കുട്ടികൾ സ്നെൽസ് ലോ ചോദിക്കുമ്പോൾ ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ് എഴുതി വെക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തെ ലോ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് എ കോൺസ്റ്റൻ്റ് ആണ് സ്നെൽസ് ലോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം പഠിക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ലൈറ്റിൻ്റെ പാതയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്, അല്ലെങ്കിൽ ലൈറ്റ് റേ ബെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ വെലോസിറ്റിയിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻസിഡൻറ്റ് റേ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇൻസിഡൻറ്റ് റേ ഇവിടെ വന്ന് പതിക്കുകയാണ്. ഇതൊരു ഓപ്റ്റിക്കലി റെയറർ മീഡിയമാണെന്ന് കരുതുക. ഇതൊരു ഓപ്റ്റിക്കലി ഡെൻസർ മീഡിയമാണെന്ന് കരുതാം. ഇതിപ്പം മേ ബി എയർ ആയിരിക്കാം, റെയർ എന്ന് എടുക്കുക എളുപ്പമായിരിക്കും. ഇത് ഗ്ലാസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ബെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് കണ്ടു. ഇതിൻ്റെ പേരെന്താണ്? നോർമൽ അല്ലേ. 90 ഡിഗ്രി വരയ്ക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ് നോർമൽ. ഇനി ഈ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് കുറച്ച് നോർമലിനടുത്തേക്ക് ബെൻഡാവും. ശരിക്കും ഇതെങ്ങനെ പോകണമായിരുന്നു? ഇതായിരുന്നു ഇതിൻ്റെ ആക്ച്വൽ പാത്ത് അല്ലേ. പക്ഷേ അത് ബെൻഡ് ചെയ്ത് എന്തിനടുത്തേക്ക് വന്നു? നോർമലിൻ്റെ അടുത്തേക്ക് വന്നു. ഇതാണ് ഇൻസിഡൻറ്റ് റേ, ഇതാണ് റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ രണ്ടും ഈക്വൽ ആണോ? അല്ല. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലായി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. എന്തുകൊണ്ടാണ്? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ ടുവേർഡ്സ് ദ നോർമൽ ബെൻഡ് ചെയ്യും. റെയറർ ടു ഡെൻസർ. റെയററും ഡെൻസർ എന്താണ്? ഒപ്റ്റിക്കലാണ് അല്ലേ. ഒപ്റ്റിക്കൽ റെയറർ ആൻഡ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ. നോർമലിനെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആംഗിൾ ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ ആംഗിൾ ആർ. നമുക്ക് തിരിച്ച് സങ്കല്പിച്ചാലോ. ഇവിടെ നിന്ന് വരികയാണ്, ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒരു ഇൻസിഡൻറ്റ് റേ വരികയാണ്. അത് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഇത് ശരിക്കും പോകേണ്ട വഴി എന്തായിരുന്നു? ഇങ്ങനെ അതങ്ങ് സ്ട്രെയിറ്റ് പോകണമായിരുന്നു അല്ലേ. പക്ഷേ ഇതെന്ത് ചെയ്യും? ഇതല്ലേ നോർമലിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ ഇത് ഡെൻസർ മീഡിയം, ഇത് റെയറർ മീഡിയം, ഇതാണ് ഇൻസിഡൻറ്റ് റേ, ഇതാണ് റിഫ്രാക്റ്റഡ് റേ. പക്ഷേ ഇത് നോർമലിൽ നിന്നും അകന്ന് വലിയൊരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷനാണ് ഉണ്ടാകുന്നത്. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ലെസ് ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഡെൻസർ ടു റെയറർ ആണെങ്കിലോ ബെൻസ് അവേ ഫ്രം ദ നോർമൽ. ഇത് യാതൊരു സംശയമില്ലാതെ എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. കാരണം പല ഡയഗ്രാം വരയ്ക്കുമ്പോഴും നമുക്കിത് ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും ഓർത്തുമ്പോൾ റെയറർ ടു ഡെൻസർ എങ്ങനെയാണ്? ടുവേർഡ്സ് ദ മീഡിയം. ഡെൻസർ ടു റെയറർ ആണെങ്കിലോ അവേ ഫ്രം ദ മീഡിയം. ഓക്കെ, സോറി, നോർമൽ. മീഡിയം അല്ല, നോർമൽ.
ഒരു ഗ്ലാസ് ലാബിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്ലാസ് ലാബ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു തിക്കായിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഇതാണ്. അതിൽ റേയുടെ പാത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇത് ഒരു നോർമലാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ. ഈ ഇൻസിഡൻറ്റ് റേ എങ്ങോട്ട് പോകണം? സ്ട്രെയിറ്റ് ആയിട്ടാണ് സപ്പോസ് ടു ഗോ സ്ട്രെയിറ്റ്. ഇങ്ങനെ അങ്ങ് പോകേണ്ട ലൈനാണ്. പക്ഷേ ഇത് മീഡിയം 1 ഇൻസിഡൻറ്റ് റേ. അപ്പോൾ ഇത് മീഡിയം 1 റെയറർ മീഡിയവും ഇത് മീഡിയം 2 ഡെൻസർ മീഡിയം ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്കിത് എയർ എന്നും ഇതിനെ നമുക്ക് ഗ്ലാസ് എന്നും എടുക്കാം. നമ്മൾ മനസ്സിലാക്കിയ റൂൾ വെച്ചാൽ റെയറർ ടു ഡെൻസർ ആകുമ്പോൾ എന്ത് വേണം? ടുവേർഡ്സ് ദ നോർമൽ അല്ലേ? അപ്പോൾ റിഫ്രാക്റ്റഡ് റേ എങ്ങനെ വന്നു? ടുവേർഡ്സ് ദ നോർമൽ. അപ്പോൾ ഇതാണ് റിഫ്രാക്റ്റഡ് റേ. ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാൾ കുറഞ്ഞു. പക്ഷേ ഇവിടെ ഇത് എത്തുമ്പോൾ ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഇത് ഈ ഡെൻസിൽ നിന്ന് റെയറിലേക്ക് തിരിച്ചിറങ്ങണ്ടേ? എങ്ങനെ പോകണം? ഇവിടെ നമുക്ക് വീണ്ടും ഒരു നോർമൽ ഉണ്ട് അല്ലേ? ഇതാണ് ഇതിൻ്റെ നോർമൽ. മീൻസ് ഈ പ്രതലത്തിൽ പെർപെൻഡിക്കുലർ ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ ടുവേർഡ്സ് ദ നോർമലാണോ എവേ ഫ്രം ദ നോർമലാണോ? അവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ഇത് എങ്ങനെ പോവും? ഇങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ ഈ ഒരു റേ പറയുന്ന പേരാണ്, ഇതാണ് എമർജൻ്റ് റേ. ഓക്കെ, അപ്പോൾ നമുക്ക് 3 റേസ് ഉണ്ട്. ഇതെന്താണ്? ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ ആൻഡ് ഇത് എമർജൻ്റ് റേ. നിങ്ങൾക്കറിയാം ഇതായിരുന്നു നമ്മുടെ ആക്ച്വൽ പാത്ത് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത് ഗ്ലാസ് ഇല്ലായിരുന്നെങ്കിൽ. പക്ഷേ ഗ്ലാസ്സിലൂടെ കടന്നപ്പോൾ അവിടെ പോകേണ്ടിയിരുന്ന രേഖ ഇപ്പോൾ എതിലെയാണ് പോകുന്നത്? ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഇതിനെ പറയുന്ന പേരാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ലാറ്ററലി അത് എത്രയും ഡിസ്പ്ലേസ്ഡ് ആയി. ഇതിലേ വരുന്ന രേഖ ഇപ്പോൾ ഇവിടെ കൂടിയാണ് തിരിച്ചിറങ്ങിയത്. പക്ഷേ ഇത് രണ്ടും പാരലലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം ചോദിക്കുമ്പോഴും ഇത് പാരലലായിട്ട് തന്നെ വരയ്ക്കണം ഈ 2 രേഖകൾ. അപ്പോഴാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ശരിയാവുള്ളൂ. അപ്പോൾ ഈ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ പ്രൊഡ്യൂസ്ഡ് ഫോർവേഡ് ആൻഡ് ദ എമർജൻറ്റ് റേ. ശരിക്കും ഇൻസിഡൻറ്റ് റേ ഇവിടെ വരെ ഉള്ളൂ. പക്ഷേ നമ്മളതിനെ പ്രൊഡ്യൂസ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണ് പോകേണ്ടിയിരുന്നതെന്ന്. അപ്പോൾ അത് തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 രേഖകളും വരയ്ക്കുമ്പോൾ ഈ റേയുടെ ആരോ മാർക്ക് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇത് രണ്ടും പെർപെൻഡിക്കുലറായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും ഈക്വൽ ആയിരിക്കും. ഈ ഒരു ആംഗിൾ ബിറ്റ്വീൻ ദ എമർജൻറ്റ് റേയും നോർമലും ഉള്ളതിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് എമർജൻസ്. സോ ആംഗിൾ I is equal to ആംഗിൾ E. നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് മാറുന്നത്? ഞാൻ LD എന്ന് എഴുതുന്നത് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റും കൂടും. അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാലും ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, റിഫ്രാക്ഷൻ ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇനി ഇതുപോലെ നമുക്കൊരു പ്രിസത്തിലൂടെയുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റും കൂടി നമുക്ക് നോക്കാം. പ്രിസം എന്ന് പറയുന്നത് ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ഗ്ലാസിൻ്റെ ഒരു പ്രിസമാണ്. അതിൽ എത്ര വശങ്ങളുണ്ടെന്ന് നോക്കൂ? 5 വശങ്ങളുണ്ടല്ലേ? താഴെ, പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഓരോന്ന് 3, സൈഡ് 2. അപ്പോൾ ഈ സൈഡിലത്തെ സർഫസാണ് ഇവിടെ ലൈറ്റിനെ റിഫ്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഒരു ലൈറ്റ് വന്ന് ഫോളോ ചെയ്യുന്നു. ഈ ലൈറ്റിൻ്റെ പേരെന്താണ്? ഇൻസിഡൻറ്റ് റേ. ഇനി ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈനുണ്ട്, അതിൻ്റെ പേരാണ് നോർമൽ. അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷേ പകരം എന്ത് ചെയ്തു? ഇത് ഗ്ലാസ്സിലേക്ക് കയറുമ്പോൾ, എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് കയറുമ്പോൾ എന്താണ്? ഡെൻസർ മീഡിയം ആണല്ലേ? അപ്പോൾ ഈ നോർമലിൻ്റെ അടുത്ത്, ഇതാണ് നോർമലിൻ്റെ അടുത്തേക്ക് ഇത് ബെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകേണ്ടിയിരുന്ന, സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ടിയിരുന്ന ലൈറ്റ് ബെൻഡ് ചെയ്ത്, ഇത്രയും ബെൻഡ് ചെയ്തിട്ട് താഴെ വന്നു. ഇനി ഇവിടെയും ഒരു
നോർമലില്ലേ. പിന്നെ ഇത് പുറത്തോട്ട് പോകുമ്പോൾ ഇതെങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്? ഇങ്ങനെ പോകേണ്ടതായിരുന്നു. പക്ഷേ അത് കുറച്ചുകൂടി നോർമലിൽ നിന്ന് ദൂരെ പോകും. കാരണം ഡെൻസർ ടു റെയറർ ആകുമ്പോൾ അവേ ഫ്രം ദ നോർമലാണ്. അപ്പോൾ ഈ ലൈറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ദി പ്രിസം. എപ്പോഴും പ്രിസത്തിലെ റിഫ്രാക്റ്റഡ് റേ പ്രിസത്തിൻ്റെ ബേസിലേക്ക് ബെൻഡ് ചെയ്യാനുള്ള ചാൻസാണ് കൂടുതൽ. ഇതാണ് നമ്മുടെ ആക്ച്വൽ റേ. ഇത് രണ്ടും നോർമൽ. ഇതായിരുന്നു അത് യഥാർത്ഥത്തിൽ പോകേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പുറകിലോട്ട് കൊണ്ടുപോയാൽ, അതായത് വി പ്രൊഡ്യൂസ് ദിസ് ലൈൻ എമർജൻറ്റ് റേ അല്ലേ. ഇത് എമർജൻറ്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ, ഇത് ഇൻസിഡൻറ്റ് റേ. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ, അതിങ്ങനെ പോകേണ്ടിയിരുന്ന ലൈറ്റ് ഇത്രയും ബെൻഡ് ചെയ്ത് ഇപ്പം ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ ഒരു ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് നമുക്ക് പറയും. പ്രിസത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്ന റേക്ക് സംഭവിക്കുന്ന ഡീവിയേഷനാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് എമർജൻറ്റ് റേ ഉണ്ട്. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് റേയെ നമ്മൾ മുന്നോട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ എമർജൻറ്റ് റേയെ പുറകോട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്താൽ കിട്ടുന്ന ആംഗിളാണ് എന്ത്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. സോ ദ ആംഗിൾ ഒബ്റ്റെയിൻഡ് ബൈ പ്രൊഡ്യൂസിങ് ദ ഇൻസിഡൻറ്റ് റേ ഫോർവേഡ് ആൻഡ് എമർജൻറ്റ് റേ ബാക്ക്വേർഡ് ഇസ് കോൾഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇത് എത്രത്തോളം ഇത് ബെൻഡായി എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഹ്യൂമൻ ഐ ചാപ്റ്ററിലാണ് വരുന്നതെങ്കിലും ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഈ പഠിച്ച പോയിൻറ്റ്സ് നന്നായിട്ട് ഓർത്തിരിക്കുക. ഒപ്റ്റിക്കലി റെയറർ മീഡിയം ആണെങ്കിൽ അതിൽ കൂടി വെലോസിറ്റി ഓഫ് ലൈറ്റ് വെരി ഹൈ ആയിരിക്കും. അതേസമയം ഒപ്റ്റിക്കലി ഡെൻസർ ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഓഫ് ലൈറ്റ് വളരെ കുറവായിരിക്കും. ഇനി ഒപ്റ്റിക്കൽ റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമലും, ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോകുമ്പോൾ അവേ ഫ്രം ദ നോർമലുമാണ്. അപ്പോൾ ഗ്ലാസ് ലാബിൽ സംഭവിക്കുന്നത് ഒരു ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റും നമ്മുടെ പ്രിസത്തിൽ ഒരു ആംഗിൾ ഓഫ് ഡീവിയേഷനും സംഭവിക്കുന്നുണ്ട്. ഈ ആംഗിൾ ഓഫ് ഡീവിയേഷനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ കൂടുതൽ ബെൻഡിങ് വരും, അപ്പോൾ കൂടുതൽ ആംഗിൾ ഓഫ് ഡീവിയേഷനും വരും. ഈ ആംഗിൾ ഓഫ് പ്രിസം കൂടുമ്പോഴും ബെൻഡിങ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് പ്രിസം ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിക്കാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് ബെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ റെയറാണ്, ഇവിടെ ഡെൻസറാണെന്ന് കരുതുക. അപ്പോൾ എത്രത്തോളം അത് വ്യത്യാസം വരുന്നു ആ ഒരു ഫൈൻഡിങ് ആണ് എന്ത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസമാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹൈ ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഹൈ ആയിരിക്കും. ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ലെസ് ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ലെസ് ആയിരിക്കും. അതെപ്പോഴും ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ ഇതൊരു ഇൻസിഡൻറ്റ് റേ ആണെന്ന് വിചാരിക്കുക. ഇതൊരു റെയറർ മീഡിയമാണ്, ഇതൊരു ഡെൻസർ മീഡിയമാണ്. നമ്മൾ കണ്ടു ഇത് ടുവേർഡ്സ് ദ നോർമൽ ബെൻഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഈ മീഡിയം ഫസ്റ്റ് മീഡിയം എന്നെടുത്താൽ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ സൂചിപ്പിക്കുന്നത് മ്യൂ എന്നൊരു ഗ്രീക്ക് ലെറ്റർ അഥവാ എൻ എന്നാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഏത് വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിന് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ 10ാം ക്ലാസ്സിലെ NCERT-യിൽ നമ്മൾ N ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ N എന്ന വാല്യൂ ഇവിടെയുണ്ട്. ഇതാണ് N1. മീഡിയം 1ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയാണ് നമ്മൾ N1 കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 ആണെന്ന് വിചാരിക്കുക. ഇവിടെ വെലോസിറ്റി ഓഫ് ലൈറ്റ് 1 ആണെന്ന് വിചാരിക്കുക, വെലോസിറ്റി ഓഫ് ലൈറ്റ് 2 ആണെന്ന് വിചാരിക്കുക. ഇതൊരു റെയറർ മീഡിയവും ഇതൊരു ഡെൻസർ മീഡിയവും ആണെങ്കിൽ എവിടെയായിരിക്കും വെലോസിറ്റി ഹൈ? റെയറർ മീഡിയത്തിലെ വെലോസിറ്റി ഹൈ ആയിരിക്കും, ഡെൻസർ മീഡിയത്തിലെ വെലോസിറ്റി കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഡെൻസർ മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും, റെയറർ മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ നോക്കിയേ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുമ്പോൾ വെലോസിറ്റി കൂടുന്നു, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ വെലോസിറ്റി കുറയുന്നു. അപ്പോൾ നമുക്ക് പറയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ദ വെലോസിറ്റിയാണ്, റെസിപ്രോക്കലാണ് അല്ലേ. അപ്പം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വെലോസിറ്റിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധം? അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് N1-ൽ നിന്ന് N2-ലേക്കാണ് പോകുന്നത്. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുകയാണ്. അപ്പോൾ N1 ഇനിയിപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എപ്പോഴും നമ്മൾ ഏത് മീഡിയത്തിലേക്കാണോ കടക്കുന്നത് അതിലാണ് ഈ ലൈറ്റിൽ ബെൻഡ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ രണ്ടാമത്തെ മീഡിയം ഏതിലേക്കാണോ കടക്കുന്നത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എവിടെ നിന്നാണോ വരുന്നത്. അപ്പോൾ ഇവിടെ N1-ൽ നിന്നാണ് വരുന്നത്, അത് N2-ലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം അതിൽ നിന്ന് ലൈറ്റ് വന്നപ്പോൾ അതിന് റിഫ്രാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. 2
2-ൽ കടന്നപ്പോഴാണ് റിഫ്രാക്ഷൻ സംഭവിച്ചത്. അപ്പോൾ N2 എന്ന് എഴുതണം വിത്ത് റെസ്പെക്ട് ടു 1. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എഴുതുന്നത് N21. ഇപ്പോൾ നിങ്ങൾ N21 എന്ന് വായിക്കരുത്, N21 എന്ന് വായിക്കണം. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1. എപ്പോഴും ഈ എന്നിൻ്റെ തൊട്ട് താഴെ ചുവട്ടിൽ കിടക്കുന്ന ആരായിരിക്കും? നമുക്ക് രണ്ടാമത്തെ മീഡിയം, ഏതാണോ രണ്ടാമത്തെ മീഡിയം അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഇതിപ്പോൾ എയറും ഇത് ഗ്ലാസ്സും ആണെന്ന് കരുതുക. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഏതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്? ഗ്ലാസിൻ്റെ അല്ലേ? അപ്പോൾ ഗ്ലാസ് എന്നിൻ്റെ അടുത്ത് തന്നെ എഴുതുക. ഇവിടെയാണെങ്കിലും ഗ്ലാസ് അടുത്ത് തന്നെ എഴുതുക. ഇനി വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് ഇവിടെ എഴുതാം, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എയർ എഴുതാം. ഇനി വാട്ടറും ഗ്ലാസ്സും ആണെങ്കിലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എഗെയിൻ വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടല്ലേ കടന്നേ. അപ്പോൾ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. എപ്പോഴും ഏതാണോ കണ്ടുപിടിക്കുന്നത് അത് എന്നിനോട് ചേർന്ന് നിൽക്കണം. ഓക്കെ. ഇനി ഇതിൻ്റെ ഫോർമുല എങ്ങനെയാണ്? നമുക്ക് ഏതാണ് കണ്ടുപിടിക്കുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു refractive index of air, refractive index of glass with respect to refractive index of water. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ N21 is equal to N2 by N1 എന്നുള്ളതാണ് ഫോർമുല. ഇനി തിരിച്ച് നോക്കിയാലോ. ഒരു ലൈറ്റ് ഇവിടെ നിന്ന് പോയി ഇങ്ങോട്ടാണ് ബെൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ മീഡിയം 2-ൽ നിന്ന് മീഡിയം 1-ലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു 2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇൻഡെക്സ് ഓഫ് ഏതാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്? N1. ഏതിലാണോ സെക്കൻഡ് വരുന്ന മീഡിയത്തിലല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ N1 വിത്ത് റെസ്പെക്ട് ടു N2. N2-ൽ നിന്നാണ് വന്നത്, പക്ഷേ N1-ലാണ് റിഫ്രാക്ഷൻ നടന്നത്. ഓർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് N1 വിത്ത് റെസ്പെക്ട് ടു N2. അതല്ല ഗ്ലാസും വാട്ടറും ആണെങ്കിലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടറാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. കാരണം വാട്ടറിലേക്കാണ് കടന്നത്, അപ്പോഴാണ് റിഫ്രാക്ഷൻ സംഭവിച്ചത്. വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. ഇങ്ങനെ ഇനി ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ്? N12 അല്ലെങ്കിൽ മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1 upon 2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണെങ്കിലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. ഈ ഓർഡറിൽ തന്നെ എഴുതിയാൽ മതി. 1/2 അല്ലെങ്കിൽ W/G, അത് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി വന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം. വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെസിപ്രോക്കലാണ് അല്ലേ. അപ്പോൾ വെലോസിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തേതിനെ പറയുന്ന പേരാണ് ആബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, രണ്ടാമത്തതിൻ്റെ പേരാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ആബ്സൊല്യൂട്ടും റിലേറ്റീവും ഉണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എയറിലാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ലൈറ്റ് പോകുന്നത്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവാർക്കാണ്? എയറിനാണ്. അപ്പോൾ 1 മീഡിയം എയർ ആണെങ്കിൽ, അതായത് ലൈറ്റ് എയറിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മീഡിയം വേറൊരു മീഡിയത്തിൽ നിന്ന് എയറിലേക്ക് വരികയാണെങ്കിൽ എന്ത് പറ്റും? അതിനെ പറയുന്ന പേരാണ് ആബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ എപ്പോഴും നമ്മൾ രണ്ട് മീഡിയത്തിനെ കമ്പയർ ചെയ്തിട്ടാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം എയർ ആണെങ്കിൽ നമ്മളതിനെ ആബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. ഇനി റിലേറ്റീവ് ആണെങ്കിലോ കൺസിഡറബിൾ ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള രണ്ട് മീഡിയം തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ആദ്യത്തേതിൽ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തീരെയില്ല, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആബ്സൊല്യൂട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക്, അല്ലെങ്കിൽ വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ വാട്ടറിൽ നിന്ന് ഡയമണ്ടിലേക്ക്, അല്ലെങ്കിൽ വാട്ടറിൽ നിന്ന് കെറസിനിലേക്ക്, ഇങ്ങനെ എന്തെങ്കിലും ആണ് രണ്ട് മീഡിയമാണ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. ഇനി അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഇതൊരു ഇൻസിഡൻറ്റ് റേ, ഇതൊരു റിഫ്രാക്റ്റഡ് റേ. ഇത് മീഡിയം 1, ഇത് മീഡിയം 2. ഇതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഇത് റെയറാണ്, ഇത് ഡെൻസറാണ്. അതുപോലെ വെലോസിറ്റി 1ഉം വെലോസിറ്റി 2 ആണ്. ഇവിടെ വെലോസിറ്റി കൂടുതലാണ്, ഇവിടെ വെലോസിറ്റി കുറവാണ്. ഇനി നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1-ൽ നിന്ന് 2-ലോട്ട് കിടക്കുകയാണ് അല്ലേ. ഇവിടെ നമുക്ക് ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കാണേണ്ടത്? മീഡിയം 2, ബിക്കോസ് മീഡിയം 2-ലാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1 എങ്ങനെ എഴുതും? N2 by N1.
ഇനി ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി പറയുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് N2 എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ 1/V2 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് N2. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് N1 1/V1 ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? 1/V2 ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ റെസിപ്രോക്കൽ V1/V2. സോ എന്ത് കിട്ടി നമുക്ക്? V1/V2 എന്ന് കിട്ടി. അപ്പോൾ N21 എന്നുള്ളത് നമുക്ക് എന്തെഴുതാം? V1/V2. അപ്പോൾ ഇവിടെ നമുക്ക് എന്തിൻ്റെയാണോ കണ്ടുപിടിക്കേണ്ടത് അത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അതെപ്പോഴും ഓർത്ത് വെച്ചേക്കുക. അപ്പം ഡയറക്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ട് മീഡിയത്തിന് തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതേ ഓർഡറിൽ തന്നെ അങ്ങ് എഴുതിയാൽ മതി. അതേസമയം വെലോസിറ്റി ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ഏതാണോ കണ്ടുപിടിക്കുന്നത് അത് നമ്മുടെ എന്നിൻ്റെ ചുവട്ടിൽ വരുന്നത് ഞാൻ പറഞ്ഞു. അതിനെ നമ്മൾ താഴെ കൊണ്ടുവരണം ഡിനോമിനേറ്ററിൽ, മറ്റേത് മുകളിൽ വരണം. ഇനി നമുക്ക് ഇത് വീണ്ടും ഇത് ഫോർ എക്സാമ്പിൾ ഇത് ഗ്ലാസ്, ഇത് വാട്ടർ ആണെന്ന് നോക്കാം. ഒരു മീഡിയം ഗ്ലാസും ഒരു മീഡിയം വാട്ടറും. അപ്പം നമുക്ക് നോക്കാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് കടക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ നമുക്ക് എങ്ങനെ എഴുതാം? Ng/Nw. ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി ആണെങ്കിലോ ഈ കണ്ടുപിടിക്കേണ്ടത് ഡിനോമിനേറ്ററി വരും Vg അപ്പോൾ Vw അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇക്വേഷൻ ഇങ്ങനെ തന്നെ എഴുതി നോക്കുക. ഇങ്ങനെ എഴുതിയിട്ട് വെലോസിറ്റി അതിനെ തിരിച്ച് എഴുതിയാൽ മതി റെസിപ്രോക്കൽ പോലെ. ഇനി വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണെങ്കിലോ Nw/Ng ആണ് അല്ലേ. വാട്ടറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഡിനോമിനേറ്ററി വരും. ദാറ്റ് ഈസ് Vw/ അപ്പോൾ Vg. ഇങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ഇത് നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. ക്വസ്റ്റ്യൻ ഏതാണ് തരുന്നതെന്നനുസരിച്ച് വേണം നിങ്ങളത് സോൾവ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് in air is 3 × 10⁸ meter/second. ഇത് നിങ്ങൾ ഓർത്തും വെച്ചേക്കണം. മിക്കവാറും പ്രോബ്ലത്തിൽ അവർ തരും എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ എത്രയാണ്? 3 × 10⁸ meter/second. ഇനി വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് 2 × 10⁸ meter/second ആണെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ രണ്ട് വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ മറ്റൊരു ഫോർമുലയുണ്ട്. ഒരു മീഡിയം എയർ ആണെങ്കിൽ അതെന്താണെന്ന് നമ്മൾ കണ്ടു? ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്ന് കണ്ടല്ലേ. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം എയർ ആണ് അഥവാ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് N = C/V. ഇവിടെ N എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം, ഏത് മീഡിയമാണോ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ തന്നിരിക്കുന്നത് അത്. C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ 3 × 10⁸ meter/second. എപ്പോഴും അത് ന്യൂമറേറ്റർ വരും ഇങ്ങനെയുള്ള ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ. കണ്ടുപിടിക്കേണ്ടത് ഇതായിരിക്കാം അല്ലെങ്കിൽ ഇതായിരിക്കാം. ഇൻ ദിസ് കേസ് വെലോസിറ്റി തന്നിട്ടുണ്ട് 2 × 10⁸ meter/second. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1.5 എന്ന് കിട്ടും. ഇത് രണ്ടും ക്യാൻസലാകും, ഈ യൂണിറ്റും ക്യാൻസലായി പോകും. അതുകൊണ്ട് നമ്മുടെ ആൻസർ എത്രയാണ്? N = 1.5. എന്തെങ്കിലും യൂണിറ്റ് ഉണ്ടോ? ഇല്ല. കാരണം ഇത് ഒരേപോലത്തെ ക്വാണ്ടിറ്റീസ് ആകുമ്പോൾ യൂണിറ്റ് ഇല്ല. റേഷ്യോ ഓഫ് ദ സെയിം ക്വാണ്ടിറ്റീസിന് യൂണിറ്റ് കാണില്ല. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എത്രയാണെന്ന് കിട്ടി? 1.5. ഇനി ചില സമയത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സിയും തരും, ബി കണ്ടുപിടിക്കണം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്കിനി ഈ ചോദ്യം നോക്കാം. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ ഈസ് 1.5. സോ N = 1.5. If velocity of light in air is 3 × 10⁻⁴ meter/second. എയർ തന്നിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്? N = C/V. V ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V എന്താണ്? C/N. ദാറ്റ് ഈസ് 3 × 10⁸ meter/second upon 1.5. അപ്പോൾ എത്ര ആൻസർ കിട്ടി? 2 × 10⁸ meter/second ആണ് ഈ മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ തന്നിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി ഞാൻ രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്നിച്ച് ചോദിക്കുകയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ അതായത് Nw എന്ന് പറയുന്നത് 1.5 ആണെന്ന് തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് 1.8 ആണെന്നും തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. അപ്പോൾ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ടർ. അപ്പോൾ അത് എന്നിൻ്റെ ചുവട്ടിലിടുക. വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ
ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ NW upon NG. സോ 1.5 upon 1.8. നമ്മൾ രണ്ടിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 15/18 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 3 കൊണ്ടാണെങ്കിൽ 5/6 എന്ന് കിട്ടി. 5/6 എത്രയായിരിക്കും? 0.68 times 48 to 3 times. സോ 0.83 ആണ്. യൂണിറ്റ് ഒന്നും തന്നെ ഇല്ല. ഇനി തിരിച്ചാണെങ്കിലോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. അപ്പോൾ എങ്ങനെ എഴുതണം? NG upon NW. സോ 1.8 upon 1.5. സോ 18/15 എഴുതാം. അങ്ങനെയാണെങ്കിൽ 6/5 1.2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1 with respect to 2 is equal to N1/N2 is equal to V2/V1. ഇതെപ്പോഴും നിങ്ങൾ തെറ്റിക്കാതെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇന്ന് പഠിച്ച പാഠഭാഗം നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്കിത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.